അപ്പോൾ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു ഫണ്ണാണ്. അപ്പോൾ കംപ്ലീറ്റ് ഇതാണ്, നമ്മുടെ ഫുൾ ടീമുണ്ട്. അപ്പോൾ നമുക്ക് പരിചയപ്പെടുത്താം. നിങ്ങൾ ഇവനെ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ നമ്മുടെ ഓൺ വ്ളോഗ് കണ്ടവർക്ക് നമ്മുടെ അനിമാനെ അറിയും. അവൻ്റെ വീട്ടിൽ നമ്മൾ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഫുള്ളായി കാണുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അതിഥി മഹേഷ്. അതിഥി ഒന്നും ഇല്ലാട്ടാ, നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഒരു അതിഥി എന്ന് മാത്രമേ ഉള്ളൂ. മൈമ, വെൽക്കം ടു അവർ വ്ളോഗ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിയാണ് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചെക്കന്മാരായിട്ട് അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്പോട്ടിൽ നിർത്തിയാണ്. അപ്പോൾ എന്താണ് അനിമ നമ്മുടെ ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത്? പറയൂ. നമ്മുടെ ചെറിയൊരു ഷോർട്ട് ട്രിപ്പാണ്. പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു 5 അംഗ സംഘമാണ് ഈ ട്രിപ്പ് തുടങ്ങി വെച്ചിരിക്കുന്നത്. ഒരു 5 മണി 6 മണിക്കുള്ളിൽ ഞങ്ങൾ ലൊക്കേഷനിൽ എത്തുന്നതായിരിക്കും. ഞങ്ങൾ വിചാരിച്ച ലൊക്കേഷനിലേക്ക് 5 മണി 6 മണി ഈ പോകുന്ന വഴിയിലൂടെ ഉള്ള ചെറിയൊരു വ്ളോഗാണിത്. അപ്പോൾ ഞാൻ നമ്മുടെ വ്ളോഗൊന്നുമില്ല, ഫുള്ള് ഫണ്ണാണ് ഗൈസ്. നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചത് വേണ്ട. ചായ പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ ചായ കുടിച്ചിട്ട് തുടങ്ങാന്നുള്ള രീതിയിൽ. ഇതാ ബാബൂസ് നമ്മുടെ പുതിയ പഴയ വ്ളോഗിലുണ്ടായിരുന്നു. ബാബു, എങ്ങോട്ടാണ് യാത്ര? പറയൂ. യാത്ര തീരുമാനിച്ചിട്ടില്ല, എന്നാലും ഇപ്പം നിലവിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പാലക്കാടിൻ്റെ നെല്ലിയാമ്പതി ഇല്ല താഴെ പോത്തുണ്ടി ഡാം വരെ പോയിട്ട് വരാമെന്നാണ് പ്ലാന്. അവിടേക്ക് എത്തോ ഇനിയിപ്പോൾ വഴി വേറെ ദിശയിലോട്ട് പോകാമെന്നറിയില്ല. എന്നാലും നമുക്ക് പോത്തുണ്ടിയിൽ വെച്ച് കാണാം. ഇന്നത്തെ വ്ളോഗ് നമ്മൾ എന്തായാലും അടിച്ചു പൊളിക്കില്ല. നമ്മുടെ ട്രിപ്പ് എങ്ങനെ ഉണ്ടാവും? എന്താണ് മൈമതിൻ്റെ അഭിപ്രായം? ഇന്ന് അപ്പോൾ ചെക്കൻ കൊണ്ടുപോകുന്ന പറഞ്ഞിരിക്കുന്നു വ്ളോഗ് തുടങ്ങുമ്പോൾ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കണ്ടു നോക്കാം അല്ലേ? നല്ല ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് എഴുതിയിട്ടാണ്. ഇതാർക്കാണ്? സുലൈമാനി. ഈ സുലൈമാനിയെ കുടിക്കുള്ളൂ. മോദാ, എന്താണ് ഈ ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത്? എന്തൊക്കെയാ പറയേണ്ടത്? എന്താ പറയാനുള്ളത്? ആർ യു എക്സൈറ്റഡ്? പിന്നെ ഞങ്ങൾ എങ്ങോട്ട് പോവാണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അതാണ് ഈ ട്രിപ്പിന്റെ പ്രത്യേകത. അപ്പൊ എന്തായാലും നമ്മൾ യാത്ര തുടങ്ങി. യാത്ര പോയിട്ട് ഞങ്ങളുടെ ചെക്കൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വ്ളോഗ് ഇടും. അപ്പോൾ നമ്മുടെ ഫുൾ ടീമിന്റെ എല്ലാ എന്റർടൈൻമെന്റ്സും എല്ലാം ഈ വ്ളോഗിലുണ്ടാവും. അപ്പോൾ നമ്മൾ പോണ കാഴ്ചകളൊക്കെ നമുക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ മയ്യേട്ടനാണ് ഇന്നത്തെ. നമ്മൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും മയ്യന്നെ വണ്ടി ഓടിക്കുള്ളൂ. സ്മൂത്ത് ഡ്രൈവിംഗ് ആണ്. എന്ത് പാപ്പോട്ടാ? ഒഫീഷ്യൽ ഡ്രൈവർ ഓഫ് എ ടീം. ഞങ്ങളുടെ എ ടീമിന്റെ ഒഫീഷ്യൽ മാത്രമല്ല, ഞങ്ങളുടെ എന്താ പറയാ ചെക്കനാണ് ഷൂ മേക്കർ. അപ്പോൾ നമ്മളിപ്പോ എവിടെ എത്തിയാറമ്മായി? പല്ലശ്ശേന. അപ്പോൾ നമ്മളിതാ എന്തോ മറ്റേ കുഞ്ഞിരാമായണ മൂവിയിലുള്ള ഒരു ലൊക്കേഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ അതും കൂടി ഈ വ്ളോഗിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കണു. അപ്പോൾ നമ്മൾ പോകാനുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാബുസിന് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ബാബുവിന് ചോറില്ലാണ്ട് പറ്റില്ല അല്ലേ ബാബു? ചോറ് വിട്ടിട്ടുള്ള അന്നം വിട്ടിട്ടുള്ള ഒരു കളിക്കില്ല. നെല്ലിയാമ്പതി വരുമ്പോ ഇത് ഏതാണിത്? പല്ലശ്ശേരി മുക്കില് ഈ ലെഫ്റ്റ് സൈഡ് കണ്ടോ? ഈ ഭാഗത്ത് വരുന്നത് ആ രണ്ടാമത്തെ കടിക്കട. 2 കടിക്കട ഉണ്ടാവും. അതിലൊരു ഹൈറ്റ് കുറഞ്ഞൊരു ഏട്ടനുണ്ട്. ഒരു ഹാൻഡിക്യാപ്ഡ് ആണ്. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ട്രൈ ചെയ്തോ. കടികൾ മസ്റ്റ് ട്രൈ ആണ്. അവരുടെ ചട്ണി മോനെ ഹെവി, ഒന്നും പറയാനില്ല. നിങ്ങൾ വന്ന മസ്റ്റ് ട്രൈ അറിയില്ല. മസ്റ്റ് ട്രൈ. അടിപൊളി കടിയും. അപ്പൊ ഈവനിങ് നമ്മൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കഴിച്ചിട്ട് പോലോ. കാണിച്ചു തരാം, ഈ വീഡിയോ തന്നെ ഉണ്ടാവും. അപ്പൊ ടേസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ലല്ലോ. അപ്പോൾ മസ്റ്റ് ട്രൈ ആക്കേണ്ട ഒരു കടി കൂടിയാണ്. നമ്മൾ 5 പേര് പോയാൽ തന്നെ എത്ര കടി കഴിക്കണം ടോട്ടല്? 5 പേര് പോയാൽ ഒരു 30-35 പോകും. 30-35 കടികൾ പോകും 5 പേര് പോയാ. നെല്ലും 5 പേര് പോയിട്ടല്ലേ? 7 പേര് പോയിട്ട് 47 കടി.
അത് ഇതിൽ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ആലപ്പുഴത്തെ ഒരു സീനായിരുന്നു അത്. അത് വേറെ കണക്ക്. അത് വേറെ കണക്ക്. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞുതരാം. കണക്ക് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ആലപ്പുഴത്തെ ഒരു ഗവൺമെന്റ് സ്ഥാപനമാണ്, അതിന് വിളിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ കണക്കുറ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പൊ എന്താണെങ്കിലും ഏതാണെങ്കിലും കടി കഴിക്കാൻ വേണ്ടി അപ്പോൾ എല്ലാവരും വരുന്നവർ ഇതാക്കുക. നമ്മൾ കടിക്കടൻ്റെ നമ്മൾ ഇത് കൂടാണ്ട് നമുക്ക് ഈ വ്ളോഗിലല്ലാണ്ട് നമ്മൾ റീൽസും കൂടി ഉണ്ടാവും. അപ്പോൾ അതിൽ സ്പോട്ട് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പോയി നോക്കാം. ഇപ്പൊ ഗൈസ് ഇതാ നമ്മൾ ടോപ്പിൽ എത്താൻ നിൽക്കുന്ന കാഴ്ചകളാണ്. കോട 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 അല്ലേ? ഒരു ചെമ്പ് കോട, ഒരു ചെമ്പ് കോട്. ചെമ്പല്ല, ഇതാണ് കോട. പാലക്കാട് നെല്ലിയാമ്പതിന്റെ കോട. അടിപൊളി ഐറ്റം. നോക്ക്, നിങ്ങൾ കണ്ണു തുറന്ന് നോക്ക്. ജാക്കെ കാണിച്ചു കൊടുക്ക്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് മക്കളെ, അത് ഇതാണ്. അതിതല്ലാതെ മറ്റെന്താണ്? തണുപ്പ് വേണമെങ്കിൽ ഊട്ടി പോകണമെന്നൊന്നുമില്ല. നമ്മളെ പാലക്കാട് നിന്ന് ഒന്ന് വണ്ടി എടുത്ത് ചവിട്ടി അതാ എടുക്കണു. നമുക്ക് കോടയും ഹില്ലും ഹെയർ പിൻ ബെൻഡും എല്ലാം ഉണ്ട് ഇവിടെ. ഒരു അഡ്വഞ്ചർ ലൈഫ്, ഒരു പ്രത്യേകതരം ജീവിതമാണല്ലേ. പിന്നെ താമസിക്കുന്നവന്റെ ഇതില്ലേ പിന്നെ സെറ്റപ്പ് അവര് നല്ല രസമായിരിക്കും ട്ടാ. പക്ഷെ ചൂടുള്ള സമയത്ത് അതേമാതിരി സമ്മതിക്കണം. അത് പിന്നെ അങ്ങനെ തന്നെ ഉള്ളു. അതല്ലടാ, ചൂടുള്ളപ്പോ നമുക്ക് കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ ചൂടായിരിക്കും അവർക്ക്. അതെ ശരിയാണ് ശരിയാണ്. നോർമലി അവന്റെ അന്തരീക്ഷത്തിൽ ചൂട് കൂടുമ്പോ മാത്രമേ ചൂട് കൂടുന്നുള്ളൂ. അല്ല, ചൂട് ഫ്രണ്ടിലത്തെ വ്യൂ ആണ് നമ്മൾ ഇനിയിപ്പോ അടുത്തതായിട്ട് കാണാൻ വേണ്ടി പോകുന്നത്. സുഹൃത്തുക്കളെ ഒന്ന് ശ്രദ്ധിക്കൂ സുഹൃത്തുക്കളെ, ഭയങ്കരമായിട്ടുള്ള തണുപ്പാണുള്ളത്. അപ്പോൾ യെസ്, ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ ഗൈസ് ഇതാ കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ വ്യൂ. പൊളിച്ചെടുക്കാനുള്ള വ്യൂ. മണി 5:30. ഇറ്റ്സ് 5:30. 1 minute. എവിടെ ഡാൻസ് ആണ്? കം കം, ലെറ്റ്സ് ഗോ. കൊണ്ട കണ്ടില്ലേ, ഇതാണ് നെല്ലിയാമ്പതി ട്രിപ്പ്. ഇത് ആസ്വദിക്കുന്ന ഇങ്ങടെ തന്നെ വരണം. കണ്ടില്ലേ, ചെക്കന്മാരൊക്കെ പൊളിക്കാണ്. പാടാ നമുക്കൊരു കിടിലെ ഫ്രെയിം ഫ്രണ്ട്സിന്റെ ജീവിതത്തിൽ കൊടുക്കാം. വാ ബാബു. ഗായ്സ്, നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കിടിലൻ. 13 വർഷം മുമ്പ് ഇങ്ങനത്തെ ഒരു ഫോട്ടോ നമ്മൾ എടുത്തിട്ട് അതിന്റെ നമ്മളിൽ താഴത്തൊക്കെ ഇറങ്ങി പോയിട്ടില്ലേ? എമ്മാരി കോട വേറെ ലെവല് പൊളിച്ചു. അൺഎക്സ്പെക്ടഡ്. എല്ലാരും പൊളി, എല്ലാരും ഹാപ്പിയില്ലേ? എല്ലാരും നിൽക്കുന്നത് പൊളിക്കടാ. Come on, let's go. എന്നെ കാണോ? ആ ശരി കേട്ടോ ഗൈസ്, കണ്ടോ എമ്മാരി കോടാനിവാ. ഫോൺ മറന്നു. ഇങ്ങനെ മറവുള്ളവനെ ഒരിക്കലും കൊണ്ടുവരുത്. സീനാണ് ഫ്രെയിമില്ലേ, ഫ്രെയിം. വണ്ടി പോലും കാണുന്നില്ല ഗൈസ്, നിങ്ങൾ നോക്കുക. സ്പൈൻ വാം എന്നുള്ളൊരു ബ്രാൻഡിന്റെ ഉടമസ്ഥനാണ് ഈ കേളി ഹെയർ മാൻ. ഈ ചെക്കനക്ക് ഫാൻസ് ഫോളോവേഴ്സും ഉണ്ടെങ്കിൽ പറയാ. ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ട് നമ്മൾ ഇടുന്നതാണ്. ഓ ഗൈസ്, എമ്മാരി ക്ലൈമറ്റ്, ഇതൊന്നും നമുക്ക് കിട്ടൂല. താങ്ക്സ് മാൻ. ഇതാ ബാബുവിന്റെ അവിടെ സാഹസികതകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ബാബുവേട്ടൻ പറയാൻ ശ്രമിക്കുന്നത്
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വൈൽ വി ആർ എൻട്രിങ് ഇൻ എ ഫോറസ്റ്റ് ഏരിയ, യു ആർ നോട്ട് അലൗഡ് ടു സ്മോക്ക് ആൻഡ് യു ആർ നോട്ട് അലൗഡ് ടു ഡ്രങ്ക്. ഓക്കെ, പ്ലീസ് ടേക്ക് കെയർ. ഓൾവേസ് പ്രിസർവ് നേച്ചർ. നോ സ്മോക്കിംഗ്, നോ ഡ്രിങ്കിങ്. കണ്ടോ, ബാബുവിൻ്റെ കോട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ ബാബുട്ടം വേണ്ടി കമൻറ്റ് ചെയ്യുക. ഇതൊന്നും ആരുടെ സ്വന്തമല്ല, നമ്മളിവിടെ വാടകയ്ക്ക് വന്ന പോലെയാണ്. കുറച്ച് നാൾ നിൽക്കുക, അടുത്ത തലമുറയ്ക്ക് കൈമാറി പോയിട്ടേ ഇരിക്കുക. ഇതേപോലെ അവരും ആസ്വദിക്കണം, നമ്മളും ആസ്വദിക്കണം. നമ്മുടെ പൂർവികർ ആസ്വദിച്ചിട്ടുണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്താൽ ആസ്വദിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ ഗായ്സ്, സോ ഗായ്സ്, ഇതപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് ജസ്റ്റ് നമുക്ക് ഇനി മുകളിൽ കയറാനുള്ള ടൈമൊന്നുമില്ല. അപ്പോൾ നമുക്ക് താഴത്തേക്ക് ഇറങ്ങേണ്ടത് കൊണ്ട് നമ്മളപ്പോൾ ഇനി മുകളിൽ കയറുന്നില്ല. പിന്നെ അല്ലെങ്കിൽ പിന്നെ പോലീസ് പിടിച്ചിട്ട് ഫൈനൊക്കെ ആയി സീനാണ് പടി. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഈ ഒരു ചെറിയൊരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇത് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടും കൂടിയാണ്. നമ്മൾ നെല്ലിയാമ്പതിനെ കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും കൂടി അല്ലേ പറഞ്ഞു. വരികയാണെങ്കിൽ വെയിറ്റ് ചെയ്ത് നിന്ന് ഈ കോടയൊക്കെ കൊണ്ടിട്ട് ആസ്വദിച്ച് പോവുക. ദയവ് ചെയ്ത് എന്താ പറയാ, നല്ലൊരു സ്ഥലമാണ്, കുപ്പക്കാടാക്കണ്ട. അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളൂ. കാരണം നോക്ക്, ഇതാവണ്ട കുറെ പേര് വേസ്റ്റ് ഒക്കെ നോക്ക്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതേപോലത്തെ കിടിലൻ വ്ളോഗ്സ് ഫ്രണ്ട്സ് ആയിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അതായത് അപ്പോൾ എല്ലാവർക്കും ഇനി ഇതേപോലെ പുതിയ വീഡിയോകളായിട്ട് ബ്രദേഴ്സ് ട്രാക്കിന്റെ പേജിൽ പേജിൽ കാണാം. ചെക്കന്മാർക്കും ഇനി പുതിയ പേജുകളൊക്കെ തുടങ്ങും വൈകാണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവും കൂടിയാണ് ഈ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഇതും കൂടി ആവട്ടെ. ചെക്കൻ്റെ വ്ളോഗ് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനിയൊരു മറുപടിയും ഇതേപോലത്തെ ഒരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ഗൈസ്. നമ്മൾ അവസാനിപ്പിച്ച വ്ളോഗ് വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വ്ളോഗിൽ കാണിച്ചെന്നില്ലെങ്കിൽ നഷ്ടല്ലേ. കണ്ടില്ലേ ഗൈസ്, ഒരു സൗണ്ട് ഇട്ട് ഇവിടെ അനിമ അങ്ങോട്ട് തിന്നിട്ട് കണ്ടില്ലേ ഗൈസ്. ഇത് കാണിച്ചെന്നില്ലെങ്കിൽ വ്ളോഗ് വീണ്ടും ആരംഭിച്ചാൽ എന്താണ്? എങ്ങനെയുണ്ട് മോനെ? വേറെ ലെവല്. എനിക്കിതിൽ എന്താ പറയാ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നിങ്ങൾ കാണണ്ടല്ലോ, ഇത് പറയാൻ പറ്റുന്നല്ല. ഇത് വന്ന് അനുഭവിക്കാനോ, ഇത് വന്നിട്ട് അറിയില്ല. എത്രത്തോളം നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളതൊന്നും മനസ്സിലാവില്ല. ഈ വീട് ഞങ്ങൾ മങ്ങിയിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒറ്റ കാരണമുള്ളൂ, അജാതി ഫോഗാണ് ഗൈസ്. പൊളിത ബാബു എന്താണ് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? മൂന്നാർ വൈബ് പാലക്കാട് എല്ലാം എന്താ പറയണത്? കോട്ടയം തോറ്റു പോയില്ല. തീ ഇടാൻ പറ്റിയതാണ് ഇല്ലേ അനിമ? നമ്മളെ വണ്ടി നോക്ക്, വണ്ടി കാണണ്ടോ നോക്ക്. അവിടെ ഇട്ടപ്പോ ഒട്ടും കാണുന്നുണ്ടായില്ല അല്ലേ? ഗായ്സ്, ഒരു വണ്ടി വരുന്ന സീൻ കിട്ടിയിട്ടുണ്ട് അനിമ. ഒരു വണ്ടി വരുന്ന സീൻ കിട്ടിയിട്ടുണ്ട്. ഫുള്ള് കംപ്ലീറ്റ് ഫോഗ്. ഇതാണ്ട ഫുൾ എൻജോയ് ചെയ്തിട്ടാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് ലാനിമ വ്ളോഗ് അവസാനിപ്പിച്ചതായിരുന്നു. നമുക്ക് വീണ്ടും നമുക്ക് വരേണ്ടി വന്നു. കാരണം ഇത് ഞാൻ ഫാമിലി ആയിട്ട് വന്നപ്പോൾ ഫോഗ് ഉണ്ടായിരുന്നു, പക്ഷെ ഇജാതി ഒരു ഫോഗ് കിട്ടിയിട്ടില്ല. ഒന്നും അവിടെ കാണണേ ഇല്ല ഗൈസ്. ഇതെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ നമ്മുടെ മുന്നേ നമ്മൾ ഫാമിലി ആയിട്ട് ചെയ്ത വ്ളോഗിൽ ഇത് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതുണ്ട്. ഓക്കെ, അതും കൂടി ചെക്ക് ചെയ്ത് നമ്മൾ നിൽക്കുന്ന സ്പോട്ട് എത്രത്തോളം ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും അല്ലേ? അതെ, ക്ലൈമറ്റ് എന്താണെന്നുള്ളത് അറിയണം എങ്കിൽ 2 വീഡിയോയും മറക്കാതെ കാണുക. അത്രേ എനിക്ക് പറയുള്ളൂ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ ഇത് ഇത്രയും ഒന്ന് ജസ്റ്റ് ഒന്ന് നിന്നപ്പോൾ ഇതൊക്കെ ഒന്ന് മാറിയപ്പോൾ നമ്മൾ സെറ്റാക്കിയെന്നുള്ളൂ. യോ അപ്പോൾ ഗൈസ് ബാബാ ഇത് കണ്ടല്ലോ ഗൈസ്. ഇതിനും കൂടുതൽ ഒന്നും പറയാനില്ല, ഞങ്ങൾക്ക് പോകാനുള്ള തിരക്കായി. അപ്പോൾ ഇനി വ്ളോഗ് വീണ്ടും ആരംഭിക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ഇനി വിചാരിക്കേ വേണ്ട, എന്തായാലും ഇനിയും വ്ളോഗ് വരും. കാരണം എന്താണെന്നറിയോ, ഇത് വേറെ ലെവൽ അടിപൊളി ക്ലൈമറ്റും ഞങ്ങൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഞങ്ങൾ ഇവിടുന്ന് അടുത്ത പോകുന്നത് എവിടേക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാം. കാരണം എന്താ പറയുക വെച്ചാൽ എങ്ങനെയാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന്
തിരിച്ചു വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ, അമ്മാരി ക്ലൈമറ്റ് ആണ്. നിങ്ങൾ വന്ന് നമ്മളിഞ്ഞ് താഴ്ത്തു പോയില്ലെങ്കിൽ പോലീസ് നമ്മളെ പുറത്താക്കും, അല്ലെങ്കിൽ ഫൈൻ ഇടും. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളായിട്ട് ഇനി വീണ്ടും കാണാം നമ്മുടെ പേജിൽ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചെക്കന്മാർ ഇനി വ്ളോഗിൽ എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് വേണം. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഓരോ ജോലികൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് വ്ളോഗ് എല്ലാം വരും കേട്ടോ. അവരെന്താ ചെയ്യുന്നത്, ഏതാ ചെയ്യുന്നത്, എല്ലാവർക്കും ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.